സിനിമയാണ് 35ാമത്തെ സിനിമ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാരുമായിട്ടുള്ള ചിത്രം. എന്തായാലും ആന്റണി പറഞ്ഞതുപോലെ ഇത് ലൂസിഫറിന്റെ വിജയമാണ് എമ്പുരാൻ എന്ന സിനിമയുടെ തുടക്കം. ഇപ്പൊ രാജു പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം, ഈ കഥ 3 സിനിമകളായിട്ടാണ് വരുന്നത്. കാരണം ഇവർക്ക് ഓൾറെഡി അതിൻ്റെ ഒരു കഥയുടെ രൂപമുണ്ട്, ഇതെല്ലാം അവർ തയ്യാറാണ്. തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് ഈ കഥ ഒരു സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ സീക്വൻസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയം, ഇപ്പൊ ദൃശ്യം എന്നുള്ള സിനിമ വളരെ വിജയമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട്, അങ്ങനെ ഒരു സംവിധാനം വളരെ കാലം മുമ്പേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കിരീടം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നാടോടിക്കാറ്റിന്റെ സീക്വലുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ സീക്വലുകൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ 3 സിനിമ ചെയ്യും. എങ്ങനെ? ഇതിന്റെ സക്സസ് അനുസരിച്ചാണ് അടുത്ത സിനിമ. അങ്ങനെ ലൂസിഫറിന്റെ 50ാം ദിവസം നമ്മൾ പറഞ്ഞു ഞങ്ങൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പോവാണ്, എമ്പുരാൻ. അന്ന് ഇത് എത്ര വലിയൊരു സിനിമയായി മാറുന്നൊന്നും നമുക്കറിയില്ല. ഇപ്പൊ നമ്മൾ പറയുന്നു എമ്പുരാന്റെ അവസാനം നമ്മൾ പറയുന്നത് ഇതിനൊരു 3rd പാർട്ടുണ്ട്. അത് എമ്പുരാൻ എന്ന സിനിമയുടെ സക്സസിനെ അനുസരിച്ചിരിക്കും. കാര്യം അത് ഇതിലും വലിയൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമയാണ്. അങ്ങനെ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഈ സിനിമയുടെ ഒരു 2 വർഷത്തെ പൃഥ്വിരാജ് സിനിമകൾ മാറ്റിവെച്ച്, അഭിനയം മാറ്റിവെച്ച്, അദ്ദേഹത്തിന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, 2 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷനുകൾ അന്വേഷിച്ചായിരുന്നു. അതിന്റെ കൂടെ സഞ്ചരിച്ച ഒരുപാട് പേർക്ക് നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ച് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നടന്ന അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അദ്ദേഹത്തിന്റെ എൻ്റെ ഈ ആന്റണിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ആന്റണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സുരേഷ് ബാലാജി, ജോർജി എന്ന് പറയുന്ന അവരെയൊക്കെ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. കാര്യം വളരെ ഇന്ത്യയിൽ മുഴുവൻ പല സ്റ്റേറ്റുകളിലും, ഇത് വിദേശ രാജ്യങ്ങൾ, USA, UK, ദുബായ്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. കാരണം ആ സിനിമയ്ക്ക് അത്രയും, അങ്ങനെ ചെയ്താലേ ഈ സിനിമ നന്നാവുള്ളൂ. അതനുസരിച്ചാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത്. പലരും ചോദിക്കും ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണ്. ഞങ്ങൾ പറയുന്നില്ല. കാര്യം ആ സിനിമയുടെ ബഡ്ജറ്റ് അതിന്റെ മേക്കിങ്ങിനാണ്. അല്ലാതെ ഇത്ര രൂപയ്ക്ക് ഈ സിനിമ എടുത്തു എന്ന് പറഞ്ഞ വലിയ സിനിമയായില്ല. ഇപ്പൊ 1000 കോടി മുടക്കിയിട്ടൊരു സിനിമ എടുത്തിട്ട് അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അതുകൊണ്ടാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നതല്ല, ഞങ്ങൾ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്തായിരിക്കുന്നു. കാര്യം വട്ടെവർ നമ്മൾ ആ സ്പെൻഡ് ചെയ്തതല്ല ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ടായി. അതൊരു പ്രത്യേക സമയത്താണ് ആ തടസ്സങ്ങൾ ഉണ്ടായത്. ഗോപാലേട്ടൻ, എനിക്ക് ഏതാണ്ട് 45 വർഷമായിട്ട് അറിയാം അദ്ദേഹത്തെ. ഞങ്ങൾ മദ്രാസിൽ അന്നും എന്നെ കാണുമ്പോഴുള്ള അതേ ആ സ്നേഹം തന്നെയാണ്. ഈ 45 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇപ്പം കാണുമ്പോഴും അതേ ചിരിയും. പിന്നെ ഇതിനൊരു മനസ്സ് വേണം ഈ സിനിമയെ സഹായിക്കാൻ. ഒരു ഗോപാലേട്ടൻ നമ്മളെ വിളിച്ച്, ഗോപാലേട്ടൻ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന സമയത്ത്, അയ്യോ അങ്ങനെ അത് ഞാൻ കുറച്ച് കഷ്ടമാണ്, പിന്നെ ചിന്തിക്കാം. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു നല്ല സിനിമ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനുമ്പ് അദ്ദേഹം എത്രയോ പ്രാവശ്യം നമുക്കൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിരുന്നു. അത് സാധിച്ചില്ല, പല കാരണങ്ങളുകൊണ്ടാണ്. പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു നിമിത്തമാക്കി ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോപാലേട്ടൻ ഞങ്ങൾ കാത്തിരുന്നത്. നമുക്ക് എടുത്തു പറയേണ്ട, വേറെ നന്ദി പറയേണ്ട മിസ്റ്റർ കൃഷ്ണമൂർത്തിയോടാണ്. തീർച്ചയായിട്ടും കൃഷ്ണമൂർത്തിയൊക്കെ വളരെയധികം. ഞാൻ ചോദിച്ചു എത്ര നാളായി വീട്ടിൽ പോയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ് 3-4 മാസമായിരുന്നു പറഞ്ഞു. ഞാൻ ആ 3-4 മാസത്തിന്റെ കാര്യമല്ല പറയുന്നത്, അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി. അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ട ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങളോട്, മീഡിയയോടും ഒക്കെ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. കാര്യം ഒരു സിനിമ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് അപൂർവമായിട്ടാണ്. ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, എനിക്ക് എന്റെ പിള്ളേരുണ്ടടാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ പിള്ളേരാണ് ഫുൾ പവറായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആ ആരാധകരോട്, ആരാധകരെ കുറിച്ച് നമുക്ക് പിള്ളേരുണ്ടെന്ന് വീണ്ടും പ്രൂവ് ചെയ്ത ഇന്ത്യക്കല്ലേ അല്ലേ? അവരോട് എന്താ പറയട്ടെ? ഞാൻ തുടങ്ങിയത് തന്നെ വലിയൊരു നന്ദിയോടല്ലേ. ആ പിള്ളേരുടെ പിള്ളേര് നമ്മുടെ കൂടെ നിൽക്കട്ടെ. ലൂസിഫർ കാണാത്ത ആളുകൾക്ക് എമ്പുരാൻ കാണാൻ സാധിക്കും. ലൂസിഫറിന്റെ ഒരു കണ്ടിന്യൂറ്റി ആണോ, എങ്ങനെയാണ്? ലൂസിഫർ കാണാത്ത ആളുകളോട് എന്താണ് രാജു പറയാനുള്ളത്? ഞാൻ ആക്ച്വലി പല പ്രാവശ്യം പല മാധ്യമങ്ങളിൽ ഞാൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഫ്രാഞ്ചൈസിന്റെ ആദ്യ 2 ഭാഗങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും സ്റ്റാൻഡ് അലോൺ സിനിമകളായും
ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ലൂസിഫർ എന്ന ആദ്യ ഭാഗം കണ്ടിട്ട് ഇതിനൊരു സീക്വൽ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു രണ്ടാം ഭാഗം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, അതൊരു സ്റ്റാൻഡ് ലോൺ സിനിമയായിട്ട് ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആണെന്നാണ് എന്റെ വിശ്വാസം. ഈ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിലൊരു കഥ മനസ്സിലാവായികയോ അല്ലെങ്കിൽ പ്ലോട്ട് മനസ്സിലാവായികയോ ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സ്റ്റാൻഡ് ലോൺ സിനിമയായിട്ട് തീർച്ചയായിട്ടും ഇതൊരു ഫുള്ളി കോംപ്രിഹെൻസിബിൾ ഒരു സിനിമയാണെന്നാണ് എന്റെ നിഗമനം. ഓഫ്കോഴ്സ് തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ചില ഡയലോഗുകൾ വരുമ്പോൾ ഈ ഡയലോഗിന് എന്തിനാ കൈയടിക്കുന്നതെന്നൊക്കെ ആദ്യത്തെ ഭാഗം കാണാത്തവർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അതൊരു റീകോൾ വാല്യൂ, ത്രോ ബാക്ക് എന്നുള്ളതേ ഉള്ളൂ. എന്താണ് ഈ ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ പോകട്ടെ. ഉറപ്പായിട്ടും ഫ്രാൻസിൽ ഷൂട്ട് ചെയ്യണം, റഷ്യയിൽ ഷൂട്ട് ചെയ്യണം എന്ന് പറയാൻ നേരത്ത് ക്രെഡിറ്റ് കാർഡും കൊടുത്ത് പ്രത്യേക ഇല്ലെങ്കിൽ 24 hours തന്നെ വിസ എടുത്ത് പ്രത്യേകം അങ്ങോട്ട് പറഞ്ഞു വിടാനും പിന്നീട് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാനും ഒക്കെ അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, പ്രത്യേകോട് ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻസ് തോന്നുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത് എന്തുകൊണ്ടെന്ന് ഈ സിനിമ പോയി കണ്ടാൽ മനസ്സിലാവും. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ സിനിമ എടുത്ത് സക്സസ്ഫുൾ ആക്കിയാലേ അടുത്ത സിനിമ എടുക്കാൻ പറ്റും. അതെ, ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടും തരാറുണ്ട്. അത് കാരണം കൊടുത്തു വിടുന്നു. അവിടെ ഞാൻ കൊടുക്കണമെന്നില്ല, പുള്ളിയുടെ തന്നെ സ്വന്തം കാർഡ് എടുത്താലും ചെലവ് ചെയ്തോളൂ. ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷനും കൂടെ പോകാനുണ്ട്. ഒരു ഡ്രോൺ ഷോ ആണ്. അത് ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ഡ്രഗ്സ്, നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ എത്തേണ്ട. ഗോപാലൻ ചേട്ടൻ വരുന്നു, തമ്പുരാക്കന്മാരെ പോലെ തമ്പുരാനെ പോലെ എമ്പുരാനെ സ്വീകരിച്ചു. പക്ഷെ ഇപ്പോഴും ലൈക്ക എന്നൊരു പ്രൊഡക്ഷൻ ഇതിലുണ്ടോ? ഇപ്പൊ നമ്മൾ കാണുന്ന ഇവിടെ ലൈക്കയുടെ പോസ്റ്റ് വരുന്നു. ഇങ്ങനെയൊക്കെ ലൈക്ക ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടോ? എന്താണ് ഒന്ന് പറയാൻ പറ്റുമോ? അല്ല, നമ്മൾ ഈ സിനിമ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ സംസാരിച്ചതാണ്. ഞാൻ ഈ സിനിമ നിർമ്മിക്കാൻ വേണ്ടി ആശീർവാദ് സിനിമാസ് എന്ന് പറയുന്ന ബാനറാണ് മുൻപേ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ എടുത്തത്. അപ്പൊ നമ്മളങ്ങനെ ഒന്നിച്ച് വേറെ അങ്ങനെ ഒരു അസോസിയേഷനിലൊന്നും സിനിമ എടുത്തിട്ടില്ല, നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം എല്ലാം ഓൺ പ്രൊഡക്ഷനായിട്ട് തന്നെയാണ് സിനിമകൾ നിർമ്മിച്ചത്. അപ്പൊ ഇത് വലിയൊരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിന്റെ കൂടെ യാത്ര ചെയ്യുക മാത്രമല്ല, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, അതായത് രാജു ഈ സിനിമ എങ്ങനെയാണ് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി അത് എന്നാൽ പറ്റാത്തത്ര രീതിയിൽ ഇതിനെ എത്തിക്കാൻ പറ്റുന്ന ഒരു ആരെങ്കിലുമായിട്ട് എനിക്കൊരു അസോസിയേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞങ്ങൾ ലൈക്ക എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് ജോയിൻ ചെയ്തത്. അപ്പൊ അതിലങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടിരുന്നു. പിന്നെ സിനിമ നിർമ്മിക്കുന്ന സമയത്തുണ്ടാകാവുന്ന ചില എന്താ പറയാ ഒരു യാത്രയിലൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതാണല്ലോ. അപ്പം ഇടയിൽ വെച്ചിട്ട് ആ ചർച്ചകൾ ഒരു നന്നായി വന്നില്ല. അപ്പൊ ഇപ്പൊ നിലവിൽ ഇതിനകത്ത് 2 പ്രൊഡ്യൂസേഴ്സാണ് ഇപ്പൊ ഈ സിനിമയുടെ പിന്നിലുള്ളത്. അത് ഒന്ന് ആശീർവാദ് സിനിമാസും അതുപോലെ തന്നെ ഗോപാലൻ സാർ, ഗോകുലം ഗോപാലൻ സാറുമാണ് ഇപ്പോൾ നിലവിൽ ഈ സിനിമയിലുള്ളത്. ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ എമ്പുരാന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ നമുക്ക് മുന്നിലേക്ക് എത്തി നമ്മളോട് സംസാരിച്ചതാണ്. Now that's a group picture of everybody here on stage. So thank you so much. Thanking Lalitan, Rajwetan, Tovino, Anthony. So yes, woohoo! Thank you so much. A big round of applause everybody to that spirit. So thank you so much. നമുക്ക് എല്ലാവർക്കും